ഹായ് ഗൈസ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങളൊക്കെ അറിയുന്ന ദേവയാനി നയനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. അതിനുശേഷം നയന ഓഫീസിലൊക്കെ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി തന്നെ നയനയെ കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ദേവയാനി ഡോക്ടറിൽ നിന്ന് വിവരങ്ങളൊക്കെ അറിയാണ് കേട്ടോ. നയനയാണ് കരൾ തന്നതെന്നുള്ള വിവരം. അങ്ങനെ ദേവയാനി തിരിച്ചെത്തി ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേ മോനെ നീ പോയി നയനയെ നന്ദാവനത്തിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വാ. അപ്പോൾ ആദർശ് പറയാണ്, അമ്മയോട് ഞാൻ പല പ്രാവശ്യം ഇക്കാര്യം പറഞ്ഞല്ലോ, അമ്മ വിളിക്കാതെ അവൾ വരില്ല. കാരണം അമ്മയുടെ പരിഭവം മാറണം, എന്നിട്ടേ നയന വരുള്ളൂ. അത് ഞങ്ങൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണെന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പിന്നെ തീരുമാനിക്കുകയാണ്, എന്തായാലും നയനെ ഇവിടെ കൊണ്ടുവരണം. ഞാൻ അവളെ ഒരുപാട് ദ്രോഹിച്ചതാണ്, ഒരുപാട് ബുദ്ധിമുട്ടിച്ചതാണ്. ആ മഹാപാപത്തിൻ്റെയൊക്കെ കറ എനിക്ക് കഴുകിക്കളയണം. അവളെ ആവോളം സ്നേഹിക്കണം. അവളിനി എൻ്റെ മരുമകളല്ല, എൻ്റെ സ്വന്തം മകൾ തന്നെയാണ്. എന്തെല്ലാം നാണക്കേടുണ്ടായാലും കുഴപ്പമില്ല, ഞാൻ നന്ദാവനത്തിലേക്ക് പോവാണ് നയനയെ കൂട്ടിക്കൊണ്ടുവരാൻ എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ദേവയാനി നന്ദാവനത്തിൽ ചെന്ന് നയനയോട് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടൊക്കെ വരുന്നുണ്ട്. നയനയോട് എല്ലാ സത്യങ്ങളും ദേവയാനി പറയുകയും തൻ്റെ തെറ്റെല്ലാം പൊറുക്കണമെന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ നയനയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോഴേക്കും അനാമികയ്ക്കും രേവതിക്കും ജലജയ്ക്കും ഒക്കെ നല്ല ഇഷ്ടക്കുറവാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ അനാമിക ചോദിക്കുന്നുണ്ട്, എന്തിനാ വല്യമ്മ ഇപ്പം ഇവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ട് വന്നത്? എന്നെ വിളിക്കാൻ അനി വരാതിരുന്ന വല്യമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് ഞാൻ തന്നെ ഇവിടെ വന്നു. ഇവളെ എന്തിനാ വല്യമ്മ കൂട്ടിക്കൊണ്ട് വന്നത്? അപ്പോൾ ദേവയാനി പറയാണ്, അതെന്താ അനാമികയെ, അനിയുടെ ഭാര്യയായ നീ ഇവിടെയല്ലേ നിൽക്കുന്നത്? അതുപോലെ തന്നെ ആദർശിൻ്റെ ഭാര്യയായ നയനയും ഇവിടെയല്ലേ നിൽക്കേണ്ടത്, അവളുടെ വീട്ടിലല്ലല്ലോ. അതിന് വല്യമ്മ പോണായിരുന്നോ കൂട്ടിക്കൊണ്ട് വരാൻ? ഇവക്ക് തന്നെ വരാൻ മേലായിരുന്നോ? ഇല്ല ആദർശേന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ പോരായിരുന്നോ? എന്തിനാ കെട്ടിലമ്മയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വല്യമ്മ പോയത്? അപ്പോഴേക്കും ഉടനെ തന്നെ ദേവയാനി പറയാണ്, അതെന്താ അനാമികയെ അങ്ങനെ? നിന്നെ കൂട്ടിക്കൊണ്ട് വരാൻ ജാനകി എത്ര പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. പല പ്രാവശ്യം ജാനകി നിന്നെ വിളിച്ചിട്ടുണ്ട്, അവിടെ വന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ പോയി എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരുന്നതിൽ ഇത്ര വെറുപ്പ് തോന്നാൻ എന്താ? അപ്പോൾ ഇത് കേൾക്കുമ്പം ജലജ പറയാണ്, ഏടത്തിക്ക് ഇതെന്ത് പറ്റി? ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ ഏടത്തി. ഇപ്പോൾ ഈ സർജറിക്ക് ശേഷം ഏടത്തിക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പം നയനയോടൊരു ഇഷ്ടമൊക്കെ കൂടിയിട്ടുണ്ട്. ഇതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. അവർ മൂന്ന് പേരും നയനയ്ക്കിട്ട് പണി കൊടുക്കാൻ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ദേഷ്യത്തിലാണ് ജാനകി അപ്പോൾ പറയുന്നുണ്ട്, അവളെ വീണ്ടും കൂട്ടിക്കൊണ്ട് വന്ന് ഏടത്തിയെടുത്ത് തലയിൽ വെച്ചിരിക്കുക. ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാ. ആ നന്ദു അനാമിക മോളെ തല്ലുക വരെ ചെയ്തു. അത് ഈ നയന കാരണം. അന്ന് ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്നപ്പം എന്തെല്ലാം പ്രശ്നമാണ് ഉണ്ടായത്. എന്നിട്ടും വീണ്ടും കൂട്ടിക്കൊണ്ട് വന്നു. നാശം. ഇനിയിപ്പോൾ അവളെ അങ്ങനെ വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അനാമിക മോൾക്ക് തന്നെ ഈ വീട്ടിൽ സ്ഥാനം. ഇനി അവളെ വില കുറച്ച് കാണാനൊന്നും പറ്റില്ല എന്ന് പറയാണ് ജാനകി. അങ്ങനെ മനഃപൂർവ്വം ഉടക്കാൻ തന്നെയായിട്ട് നിൽക്കുക. ആ സമയത്താണ് ഒരു ദിവസം രാവിലെ നയന വന്നിട്ട് ചോദിക്കുകയാണ് ദേവയാനിയോട്, അമ്മേ ഇന്ന് കാപ്പിക്ക് എന്താ ഉണ്ടാക്കണ്ടേ എന്ന്. അപ്പോൾ പറയുന്നുണ്ട് ദേവയാനി, അത് എന്താണെന്ന് വെച്ചാൽ നീ ഉണ്ടാക്കിക്കോ, ദോശയോ ഇഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ എന്ന് പറയുക കേട്ടോ. ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ഉടനെ തന്നെ ജാനകി അങ്ങോട്ട് പറയാണ്, എന്താ ഞങ്ങളോട് ആരോടും ചോദിക്കുന്നില്ലേ എന്താ വേണ്ടതെന്ന്? ഏടത്തിയോട് മാത്രമേ നീ ചോദിക്കുള്ളൂ? അപ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അല്ല ചെറിയമ്മയും പറഞ്ഞു എന്താ വേണ്ടിയെന്ന് പറഞ്ഞു. അല്ല ഞങ്ങളുടെ ഇഷ്ടം നോക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഏടത്തി ഒരെണ്ണം പറഞ്ഞു, അതുണ്ടാക്കാൻ നീ അങ്ങ് പോയി. എന്നാൽ ഞങ്ങളൊക്കെ എവിടെ വല്ല പട്ടികളുമാണോ? നിങ്ങളൊക്കെ എന്തുണ്ടാക്കി തന്നാലും അതൊക്കെ കഴിക്കാൻ. ആ വർത്തമാനത്തിൽ തന്നെ ദേവയാനിയോടുള്ള ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു ജാനകിക്ക് കേട്ടോ. അപ്പോൾ ദേവയാനിക്കും അത് മനസ്സിലാകുകയാണ്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെന്താ ജാനകി അങ്ങനെ ഒരു വർത്താനം? നിനക്കും എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അവളോട് പറ, അവളുണ്ടാക്കി തരും. ഞാനിപ്പം ചോദിച്ചപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. അങ്ങനെ വേണ്ട, അവൾ അങ്ങനെ ഉണ്ടാക്കി തരുന്നൊന്നും കഴിക്കാൻ ഞങ്ങൾ ഇരിക്കുന്നില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ വേറെ ഉണ്ടാക്കിക്കോളാം. അവളെ ഇടത്തിയുടെ ഇഷ്ടത്തിനുള്ളത് ഉണ്ടാക്കിക്കോട്ടെ. അപ്പം മുത്തശ്ശി അവിടെ ഇരുന്ന് ചോദിക്കാണ്, അതെന്താ ജാനകി ഇവിടെ രണ്ടടുക്കളയാക്കാനാണോ? ഇവിടെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അപ്പോൾ ജാനകി പറയാ, രണ്ടടുക്കളയാക്കേണ്ടി വന്നാൽ രണ്ടടുക്കളയാക്കും. ഞാനും എൻ്റെ മരുമകൾ അനാമികയ്ക്കും എന്താ വേണ്ടതെന്ന് ആരും ചോദിക്കുന്നില്ല. നയനയ്ക്ക് മാത്രമാണ് ഇവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേറെ ഉണ്ടാക്കി കഴിച്ചോളാം എന്ന് പറയാണ്. അപ്പം ദേവയാനിക്ക് മനസ്സിലാകാണ് കേട്ടോ, ജാനകിക്ക് ഇതൊന്നും പിടിക്കുന്നില്ല എന്നുള്ള കാര്യം. ജാനകിയോടും അനാമികയോടും നല്ല ദേഷ്യമാണ് ദേവയാനിക്ക്. അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അതിനു മുമ്പായിട്ട് നമ്മുടെ അനിയും നവ്യയും കൂടി നയനയോട് പറയുന്നുണ്ട്, നയനെ ഇപ്പം നിൻ്റെ അമ്മായിയമ്മയ്ക്ക് നിന്നോട് കുറച്ച് ഇഷ്ടമൊക്കെ ഉണ്ട്, എന്തോ ഒരു താല്പര്യമുണ്ട്. ഇനി കരൾ കൊടുത്തത് നീയാണെന്ന് അവരറിഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ ഓഫീസിൽ പോയിക്കോട്ടെ എന്ന് നീ ചോദിക്ക്. നിനക്ക് ഓഫീസിൽ പോയി നിൻ്റെ ജോലി ചെയ്യുകയും ചെയ്യാലോ. അപ്പം നയന പറയും, അതൊന്നും വേണ്ട, അതൊന്നും അമ്മ സമ്മതിക്കില്ല, ഓഫീസിലൊന്നും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അനി പറയേ, അത് സാരില്ല നയനേച്ചി, നയനേച്ചി ചോദിച്ചു നോക്ക്, വല്യമ്മ സമ്മതിക്കും. ഇല്ലെങ്കിൽ ഞങ്ങളൊരു പണി പറയാം. കാരണം ഇപ്പം അമ്മയോടും അതുപോലെ തന്നെ അപ്പച്ചിയോടും ഒക്കെ വല്യമ്മയ്ക്ക് ശകല പിണക്കാണ്. അത് വെച്ച് ഞാനും നവ്യേച്ചിയും കൂടെ ഒരു കളി കളിക്കാമെന്ന് അനി പറയാണ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴേക്കും നയനയോട് ഇവർ പറയാണ്, ചോദിക്കെന്ന് പറയാണ്. അപ്പോൾ പറയുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അമ്മേ ഞാൻ നാളെ മുതൽ ഓഫീസിലേക്ക് പോയിക്കോട്ടെ, അവിടെ കുറേ വർക്കൊക്കെ ചെയ്യാനുണ്ടല്ലോ, കുറച്ച് ഡിസൈൻസൊക്കെ ചെയ്യായിരുന്നു. അപ്പോഴേക്കും ഉടനെ ജലജയും ജാനകിയും ഒക്കെ പറയാണ്, ഇവൾ ഓഫീസിൽ പോകാനോ, എന്താ ഈ പറയുന്നത്, ഒരിക്കലും വേടത്തി അതിന് സമ്മതിക്കില്ല. അങ്ങനെ ഇവൾ പോയാൽ ഇവിടുത്തെ പണികളൊക്കെ ആര് ചെയ്യും എന്ന് പറയാണ്. അപ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും ഉടനെ അനിയും നവ്യ അവിടെ ഇരിക്കുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാ ഇവള് പോകണ്ട, ഇവള് പോയാൽ ആരാ ഇവിടെ പണി ചെയ്യുന്നത് അല്ലേ അമ്മയെന്ന് ചോദിക്കുക ജലജയോട്. അപ്പം ജലജയൻ പറയും, ശരിയാ ഇവള് പോകണ്ട, അല്ലെങ്കിൽ ഏടത്തി അവളെ വിടാൻ പോകുന്നില്ല എന്ന് പറയുമ്പം ദേവയാനിക്ക് അത് കൊള്ളുകയാണ് കേട്ടോ. കാരണം ദേവയാനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ജലജയും ജാനകിയും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവയാനി പറയാണ്, നയനെ നീ നാളെ മുതൽ ഓഫീസിലേക്ക് പോയിക്കോ, അച്ഛാ നാളെ മുതൽ നയന രാവിലെ ഓഫീസിൽ പോട്ടെ എന്ന് പറയും. അപ്പോൾ അനാമിക ചോദിക്കുകയാണ്, ഇവൾ നാളെ മുതൽ ഓഫീസിൽ പോയാൽ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ, ഇവിടുത്തെ പാചകം ഇതൊക്കെ ആരാ ചെയ്യുന്നത്? അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അത് അനാമികയെ രാവിലെ നിങ്ങൾ വേറെ ഉണ്ടാക്കി കഴിക്കച്ചോളാന്ന് പറഞ്ഞില്ലേ, നയന ഉണ്ടാക്കുന്നത് വേണ്ടെങ്കിൽ നിങ്ങൾ വേറെയല്ലേ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഉണ്ടാക്കിയാൽ മതി, അങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി എന്ന് പറയാണ്. അതൊരു അടിയാവുകയാണ് അവർക്ക് എല്ലാവർക്കും. അവരെല്ലാം ഭക്ഷണത്തിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. ദേവയാനി ആണെങ്കിൽ നയനോട് ഓഫീസിൽ പൊയ്ക്കോളാനും പറയുക. അങ്ങനെ നയന ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് പല ദിവസങ്ങളിലും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരേ പാരകളും പണിതുകൊണ്ടേയിരിക്കുകയാണ് ഇവർ. അങ്ങനെ ഒരു ദിവസം നയന നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോഴേക്കും ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, ആഹാ നയന മോളെന്ന് വേറൊരു ലുക്കിലാണല്ലോ വരുന്നത്, ഓഫീസിലൊക്കെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ നയന മോൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ മുത്തശ്ശനും പറയുന്നത്, ശരിയാണ്, ഇവിടെ ഇങ്ങനെ ഇരുന്ന് ആകെപ്പാടെ ജോലിയെല്ലാം ചെയ്ത് എല്ലാവരുടെയും കുത്തുവാക്കുമൊക്കെ കേട്ട് നയനമോള് വിഷമിച്ചിരുന്നതാണ്, ഇപ്പോൾ അതിനൊക്കെ ഒരു മാറ്റമുണ്ട് എന്ന് പറയാണ്. എന്നും ഇനി ഇങ്ങനെ വേണം മോളെ എന്ന് പറയാം നയനോട്. അപ്പം നയന സന്തോഷിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയട്ടെ. എന്താ എന്താ ദേവയാനി, നമ്മുടെ കമ്പനിയിലെ 3 കമ്പനിയുടെ ഉത്തരവാദിത്തം നമുക്ക് നയനെ ഏൽപ്പിച്ചാലോ? ഇവൾ ഓഫീസിൽ പോവുകയും നല്ലതായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലെ കുട്ടിയാണ്, ആദർശിനെല്ലാം കൂടി നോക്കാൻ പറ്റുന്നില്ല, അനിയും കുറേയൊക്കെ നോക്കുന്നുണ്ട്. ഒരു 3 കമ്പനികൾ നയനെ ഏൽപ്പിച്ചാൽ അവളത് നന്നായിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, ഇത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു ദേവയാനി, ഈ ആദർശിനോട് സംസാരിച്ചു. ഞാൻ സംസാരിച്ചിരുന്നു ആദർശിനോട് ഇന്നലെ, കുറച്ച് തീരുമാനങ്ങളും എടുത്തു. ഇനി ആ പേപ്പേഴ്സൊക്കെ നയനയുടെ കൈ കൊടുത്തുവിടാം, അവൾ കമ്പനികളുടെ ചുമതലയേക്കട്ടെ എന്ന് പറഞ്ഞു പോയിട്ട് ഒരു ഫയൽ എടുത്തിട്ട് വരികയാണ് ദേവയാനി കേട്ടോ. എന്നിട്ട് ആ ഫയല് നയനെ കാണിച്ചിട്ട് പറയാണ്, ഇതാ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നീ വെച്ചു, ഇതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, കാരണം ഇതൊക്കെ നിൻ്റെ പേരിൽ 3 കമ്പനികളുടെ MD സ്ഥാനം എഴുതി തന്നിരിക്കുന്ന രേഖകളാണെന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അയ്യോ അമ്മേ അതൊന്നും വേണ്ട, എനിക്ക് അതൊന്നും ചെയ്യാനുള്ള ഇതൊന്നും ആയിട്ടില്ല. അപ്പം ദേവയാനി പറയാണ്, അതൊക്കെ ആകും, തൽക്കാലം നീ ഏറ്റെടുക്കുമെന്ന് പറയാം. അപ്പോൾ ഇത് കേൾക്കുമ്പം ഉടനെ തന്നെ ജലജ പറയുക, എന്താ ഇത്, എൻ്റെ മോൻ അബി ഇതിലെ നടക്കുന്നുണ്ട്, ഒന്നും അവനെ ഏൽപ്പിക്കുന്നില്ല, എല്ലാം ആദർശിനെ നയനെ മാത്രം ഏൽപ്പിക്കുന്നു, ഇത് എന്തൊരു കളിയാണ് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ജാനകിക്കും അനാമികയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അനാമികയാണെങ്കിൽ കൈ തരിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ദേവയാനി ഇങ്ങനെയുള്ള നല്ല നല്ല തീരുമാനങ്ങളാണ് ഇനി അങ്ങോട്ട് എടുക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്